സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 16 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 7, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 12 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, വൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം പരിചയപ്പെടുത്തൽ അറിയിപ്പ് 1, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. തൃശ്ശൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 726/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 725/2022. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രെയിനിങ് ഓഫീസർ കാറ്റഗറി നമ്പർ 191/2019. ട്രെയിനിങ് ഓഫീസർ ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 191/2019 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഇൻ്റർവ്യൂ 12/6/2024 ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അന്വേഷണങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 4B സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464418. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ കാറ്റഗറി നമ്പർ 665/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 35 ലിസ്റ്റിലാകെ 73 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 24 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു വൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് പാൽമറ പ്രോഡക്ട്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡ് കെൽപാമിലേക്ക് ഫിനാൻസ് മാനേജർ കാറ്റഗറി നമ്പർ 161/2022. കേരള സ്റ്റേറ്റ് പാൽമറ പ്രോഡക്ട്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ കെൽപാം ഫിനാൻസ് മാനേജർ കാറ്റഗറി നമ്പർ 161/2022 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് 3/6/2024 രാവിലെ 10:30 മുതൽ ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തസ്തികയ്ക്ക് ആവശ്യമായ പ്രമാണങ്ങളെല്ലാം വെരിഫൈ ചെയ്തിട്ടുള്ളവരും ന്യൂനതകൾ പരിഹരിക്കുവാൻ അറിയിപ്പ് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും പ്രമാണ പരിശോധനയിൽ പങ്കെടുക്കേണ്ടതില്ല. പങ്കെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥ പ്രമാണങ്ങളുമായി നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരാകേണ്ടതാണ്. സംശയ നിവാരണത്തിനായി ആസ്ഥാന ഓഫീസിലെ CR സെക്കൻഡ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254643. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഇടുക്കി ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 774/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 470/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ബോയിലർ അറ്റൻഡൻറ്റ് കാറ്റഗറി നമ്പർ 193/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 2 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 726/2022. അടുത്തതൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം പരിചയപ്പെടുത്തൽ അറിയിപ്പാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഡേറ്റ് ചേഞ്ച് 2024. പ്രസ്തുത മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പരിചയപ്പെടാവുന്നതാണ്. അടുത്തതൊരു അറിയിപ്പാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം 2024 ഡേറ്റ് ചേഞ്ച്.
അറിയിപ്പ് 11/5/2024, 25/5/2024 എന്നീ തീയതികളിലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ ചുവടെ പറയുന്ന കാരണങ്ങളാൽ എഴുതുവാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ PSC ഓഫീസിൽ തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 15/6/2024 നടക്കുന്ന 3-ാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ EF സെക്ഷനിൽ നൽകേണ്ടതാണ്. തപാൽ, ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 28/5/2024 മുതൽ 6/6/2024 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 6/6/2024 ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 28/5/2024 മുമ്പ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. അവർ നിഷ്കർഷിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്. സ്വീകാര്യമായ കാരണങ്ങൾ ചുവടെ ചേർക്കുന്നു. 1. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ, സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികൾക്ക് 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നത് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ്. 2. ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ്. 3. പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുള്ളവർ, റെസ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കുകയുള്ളൂ. പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക, ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് എന്നിവ PSC വെബ്സൈറ്റിൽ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ PSC എക്സാം അപ്ഡേറ്റ്സ് എന്ന പേജിൽ ലഭ്യമാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് ഫസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 725/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 724/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 35 ലിസ്റ്റിലാകെ 146 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 56 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം മീഡിയം NCA ധീവര വിഭാഗക്കാർക്കായി. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ഇടുക്കി ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 269/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 271/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 62.07. ലിസ്റ്റിലാകെ 71 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കാസർഗോഡ് ജില്ലയിലേക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. കാസർഗോഡ് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കോഴിക്കോട് ജില്ലയിലേക്ക് KSCSC ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് ബൈ ട്രാൻസ്ഫർ ഫ്രം ക്വാളിഫൈഡ് ഹൈസ്കൂൾ ടീച്ചർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ സബോർഡിനേറ്റ് സർവീസ് ഇൻ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 580/2022. കാസർഗോഡ് ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്. കാസർഗോഡ് ജില്ലയിലേക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഇടുക്കി ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസിലേക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST only. കൊല്ലം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്. ഇടുക്കി ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസിലേക്ക് ഹവീൽദാർ APB സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST only. പാലക്കാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. പാലക്കാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കാസർഗോഡ് ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസിലേക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST only. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് കോർപ്പറേഷൻസ് ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്. കാസർഗോഡ് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് NCA ST വിഭാഗക്കാർക്കായി. കാസർഗോഡ് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് ബൈ ട്രാൻസ്ഫർ ഫ്രം ക്വാളിഫൈഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഇൻ ദ സബോർഡിനേറ്റ് സർവീസ് ഓഫ് VHSC. കാസർഗോഡ് ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ഹോമിയോ. എറണാകുളം ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.